പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കപ്പെടുകയാണ്. അതിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള പ്രവേശനോത്സവം നമ്മുടെ വിദ്യാലയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ പുത്തൻ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അക്ഷരമധുരം നുകരാൻ വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം അറിയാം, കാലാവസ്ഥയും നമ്മുടെ ഈ പരിപാടിക്ക് നമ്മുടെ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വളരെ ഒരുങ്ങിയിട്ടാണുള്ളത്. പ്രകൃതി തന്നെ ഒരുങ്ങിയിട്ടാണുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ ഭരണാധികാര തലത്തിലും നമ്മുടെ മുന്നിലെത്തേണ്ട കുട്ടികളാണ് നമ്മുടെ. ഒരു കഥ ഞാൻ ഓർമ്മിക്കുകയാണ്. ഞങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ മലയാള പാഠപുസ്തകത്തിലെ ഒരു അധ്യായം അതിന് തലക്കിട്ട് അസാധ്യമായ ഒന്നുമില്ല. ഞാൻ ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം, കേട്ടില്ല. അപ്പൊ ഈ കഥയിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു ദിവസം സ്കൂളിലേക്ക് പോയിട്ട് വളരെ വൈകിട്ട് തിരിച്ചെത്തുന്നില്ല. കുട്ടിയുടെ അമ്മ വളരെ വേവലാതിയോടുകൂടി തൊട്ടാൽഭാഗത്തൊക്കെ അന്വേഷിക്കുന്നു, കുട്ടി എത്തിയിട്ടില്ല. കൂട്ടുകാരനെ അന്വേഷിക്കുന്നു, എത്തിയിട്ടില്ല. അവസാനം കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകയുടെ അടുത്തേക്ക് പോകുന്നു. അധ്യാപകയോട് ചോദിക്കും പറഞ്ഞു, കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നത് അവസാന പീരീഡ് വരെ. അപ്പൊ ഈ കുട്ടി പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് സ്വാഗത പ്രസംഗത്തില് സജിമാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല കാലാവസ്ഥ താൽക്കാലികമായെങ്കിലും കിട്ടിയിരിക്കുകയാണ്. ഇന്നലെ ഈ സമയത്ത് പ്രാപ്പോയിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് നമുക്ക് നല്ലൊരു അവസരം കിട്ടി. വളരെ ഭംഗിയായി ഇത് ആസൂത്രണം ചെയ്തു. വളരെ ഭംഗിയായി നമ്മുടെ പ്രവേശനോത്സവ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന ഈ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ഭാവി ആശംസിക്കുകയാണ്.